CBSE 12ാം ക്ലാസ് പരീക്ഷാ മൂല്യനിർണ്ണയത്തിലെ വീഴ്ചകൾ പുറത്തുവന്നു. സ്കാൻ ചെയ്ത പകർപ്പുകൾ ഭൂരിഭാഗവും വായിക്കാൻ കഴിയാത്ത നിലയിലാണ്. വൻതോതിൽ മാർക്ക് കുറയാൻ കാരണം ഓൺ സ്ക്രീൻ മാർക്കിംഗ് രീതിയിലെ പിഴവാണെന്ന് വിദ്യാർത്ഥികൾക്ക് പരാതിയുണ്ട്. ബൽറാം നെടുങ്ങാടി പരാതിയുടെ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ഇന്ദ്രപ്രസ്ഥയിൽ നിന്ന് ചേരുന്നു. പറയൂ ബൽറാം, യഥാർത്ഥ CBSE കുട്ടികൾ മാത്രമല്ല, കുട്ടികൾക്കിത് നല്ല കാലമല്ല എന്ന് തോന്നുന്ന രീതിയിലുള്ള വാർത്തയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും വിദ്യാർത്ഥികൾക്ക്, അത് പല കോഴ്സിലുള്ള വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ആശങ്കയുണ്ടാക്കുന്ന വാർത്തകളാണ്. അത് നീറ്റ് പരീക്ഷാ പേപ്പർ ചോർച്ചയായാലും CBSEയുടെ കാര്യത്തിലായാലും CBSE വിദ്യാർത്ഥികൾ 12ാം ക്ലാസ് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഇത്തവണ വലിയ ഒരു കഷ്ടകാലം തന്നെയാണ് എന്നാണ് അവരുടെ പ്രതികരണങ്ങൾ വ്യക്തമാക്കുന്നത്. ഇത്തവണ CBSE അവലംബിച്ച ഓൺ സ്ക്രീൻ മാർക്കിംഗ് രീതി അത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വലിയ തലവേദനയായിരിക്കുന്നു. ഈ രീതി അനുസരിച്ച് സ്കാൻ ചെയ്ത ഉത്തരക്കടലാസുകളുടെ പകർപ്പുകൾ നോക്കിയായിരുന്നു അധ്യാപകർ മൂല്യനിർണ്ണയം നടത്തിയിരുന്നത്. ഇതിനുശേഷം ഈ മാർക്കുകൾ അപ്ലോഡ് ചെയ്യും. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഇത്തവണ പതിവിനേക്കാൾ മാർക്ക് കുറവായിരുന്നു എന്ന ആക്ഷേപം ഉയർന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ കുട്ടികൾ പുനർമൂല്യനിർണ്ണയത്തിനും മറ്റുമായി പേപ്പറുകളുടെ പകർപ്പുകൾ വാങ്ങിയിട്ടുണ്ട്. അത്തരത്തിൽ ലഭിച്ച പകർപ്പുകളിൽ പോലും വായിക്കാൻ കഴിയാത്ത രീതിയിലുള്ള സ്കാൻ കോപ്പിയാണ് ലഭിച്ചിരിക്കുന്നത് എന്നാണ് വിദ്യാർത്ഥികൾ വ്യക്തമാക്കുന്നത്. അത് സമൂഹ മാധ്യമങ്ങളിലൂടെ അവർ വ്യാപകമായി പങ്കുവച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ തങ്ങൾ എഴുതിയത് തങ്ങൾക്ക് പോലും വായിക്കാൻ കഴിയാത്ത തരത്തിലാണ് ഈ സ്കാനിംഗ് പകർപ്പ്. അങ്ങനെയെങ്കിൽ ആ ഒരു പേപ്പർ നോക്കി എങ്ങനെയാണ് അധ്യാപകർ മാർക്ക് ഇടുക? അതുകൊണ്ട് തന്നെ മാർക്ക് കുറഞ്ഞത് സ്വാഭാവികമാണ് എന്ന പ്രതികരണമാണ് സമൂഹ മാധ്യമങ്ങളിൽ എമ്പാടും തന്നെ പങ്കുവയ്ക്കപ്പെട്ടിരിക്കുന്നത്. സമാനമായി ഈ ചോദ്യപേപ്പറിന്റെ കാര്യത്തിലും ഇത്തരത്തിൽ വ്യക്തതയില്ലാത്തതാകാം മാർക്ക് കുറയാൻ കാരണമെന്ന ആക്ഷേപം ഉയരുന്നു. ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ CBSEയുടെ വെബ്സൈറ്റ് അത് ഡൗൺ ആയത് ഈ പുനർമൂല്യനിർണ്ണയത്തിനുള്ള അപേക്ഷ നൽകുന്നതിനും മറ്റും വലിയ തടസ്സങ്ങൾ വിദ്യാർത്ഥികൾക്ക് സൃഷ്ടിക്കുന്നുണ്ട്. ഇതിൽ അധികൃതരുടെ കൃത്യമായ ഇടപെടൽ ഉണ്ടാകണം എന്നുള്ളതാണ് വിദ്യാർത്ഥികളുടെ ആവശ്യം. ഏതാണ്ട് 68,000-ഓളം ഉത്തരപേപ്പറുകൾ ഇത്തരത്തിൽ വ്യക്തതയില്ലാത്തതാണ് എന്ന് അധ്യാപകർ നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.